അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ അവിടുത്തെ ഇമാദത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട ഇമാമിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ആദ്യം എത്തുക. എല്ലാവരോടും മുന്നിൽ എത്തണം എന്നുള്ള വല്ലാത്തൊരു ആവേശമാണ്. എനിക്ക് എൻ്റെ നാട്ടുകാരിൽ ആദ്യമായി വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുന്നവൻ ഞാനായിരിക്കണമെന്ന് വല്ലാത്ത വാശിയായിരുന്നു. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ബഹുമാനപ്പെട്ടവർ ഒന്നാമനായിരിക്കും പള്ളിയിലുണ്ടാവുക. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു വെള്ളിയാഴ്ച പള്ളിയിലേക്ക് എത്തിയപ്പോൾ തന്നെക്കാൾ ഒരു മൂന്നാൾ അവിടെ നിന്ന് മുമ്പ് എത്തിയിരുന്നു. തന്നെക്കാൾ മുമ്പത്തെ ഒരു മൂന്നാള് അവിടെ എത്തി ഇബാദത്ത് ചെയ്യുകയാണ്, അവിടെ ഖുർആൻ ഓതുകയാണ്. ബഹുമാനപ്പെട്ടവർ നാലാമതായിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് വജഅല യുആതിബു നഫ്സഹു യഖൂലു ലഹാ റാബിഉൻ അർബഅ. വല്ലാത്ത വിഷമാണ്, വല്ലാത്ത ബേജാറാണ്. കാരണം അവര് മുന്നിൽ വന്നതുകൊണ്ട് ബേജാറൊന്നല്ല, അവർക്ക് എന്നെക്കാൾ കൂടുതൽ സ്ഥാനം കിട്ടിയെന്നോ കൂലി കിട്ടിയെന്നോ ആ ബേജാറല്ല. പക്ഷെ എനിക്കിന്ന് നാലാമത്തെ ആളാവാനല്ലേ സാധിച്ചിട്ടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ടവർ വിഷമിക്കുകയാണ്, ബേജാറാവുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലേക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നാം എത്രമാത്രം നാം പാലിച്ചിട്ടുണ്ട് എന്ന് ഓർക്കണം. എല്ലാ ദിവസവും ഒന്നാമനായി വെള്ളിയാഴ്ച പള്ളിയിൽ എത്തുന്ന ആൾ ഒരു നാലാമതായി ഒരു ദിവസം എത്തിയപ്പോൾ നമ്മളാണെങ്കിലും അവസാനമേ എത്തുകയുള്ളൂ. അങ്ങനെ നാലാമതായി ആളായി എത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത വിഷമാണ്, വല്ലാത്ത വേജാരാണ്. ഞാൻ പിന്മാറിപ്പോയോ, ഞാൻ ബാക്കിലായിപ്പോയോ, എന്നെക്കുറിച്ച് അള്ളാഹു കണക്കാക്കുമ്പോൾ ഞാൻ നാലാമത്തെ ആളായിട്ടല്ലേ അത് കണക്കാക്കപ്പെടുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ടവർ വിഷമിക്കുകയാണ്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വെള്ളിയാഴ്ചയുടെ പള്ളിയേക്കുള്ള പോക്ക് അതെങ്ങനെയാണ്, ഏത് സമയത്താണ്, എത്രാമത്തെ ആളായിട്ടാണ് നാം എത്തുക എന്ന് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. അവിടെ പോയി ഒരു രണ്ടാക്കാത്ത സുന്നത്ത് നിസ്കരിക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല, ഒരാൾ കഹഫ് ഓതാൻ പോലും നമുക്ക് സമയമില്ല. അവിടെ പോയി കുറച്ച് ഖുർആൻ ഓതാനോ ദിക്ർ ചൊല്ലാനോ ദുആ ചെയ്യാനോ ഏറ്റവും മഹ്തറമേറിയ ദുആക്ക് ഇജാബത്തുള്ള ആ വലിയ മഹ്തറമേറിയ ആ വെള്ളിയാഴ്ചയുടെ ഖുതുബയുടെ സമയമൊക്കെ നമുക്കൊക്കെയും നഷ്ടപ്പെടുകയാണ്. വെള്ളിയാഴ്ച പോയേ തീരുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളൊക്കെയും അവിടെ നിന്ന് അവിടെ പോവുക, പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു വരിക. ഇങ്ങനൊരു സ്വഭാവമാണ് പലപ്പോഴും നമുക്കുള്ളത്. നമുക്ക് എന്തോ തിരക്കാണ്, എല്ലാ ദിവസവും തിരക്ക്, വെള്ളിയാഴ്ചയും തിരക്കാണ്. ഖുതുബ കേൾക്കാനും നമുക്ക് സമയമില്ല, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകാനും നമുക്ക് സമയമില്ല. അങ്ങനെ ഒരു ആളായിപ്പോയി നമുക്ക് പിന്നെ എപ്പോഴാണ് തിരക്കില്ലാതാവുക, എപ്പോഴാണ് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക? മറ്റുള്ള സമയങ്ങളൊന്നും പള്ളിയിലേക്ക് പോകുന്നില്ലല്ലോ. ഒരു വെള്ളിയാഴ്ചയെങ്കിലും ഒന്ന് ശരിക്ക് പെട്ടെന്ന് പള്ളിയിലെത്തി അവിടെ കുറച്ചൊക്കെ ഖുർആൻ ഓതി ദിക്റുകൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ആ നല്ല ഈമാൻ നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.